ക്രിപ്റ്റോ കറൻസിയെ പറ്റി മുഴുവനായിട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ക്രിപ്റ്റോയിൽ കാശ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത് രണ്ടും നമുക്ക് ഡീപ്പായിട്ട് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളിനി മുമ്പോട്ട് പോകുന്നത് ആദ്യം നിങ്ങൾ ഇതിനകത്ത് എന്തിനാണ് വന്നത് എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. നിങ്ങളൊരു ട്രേഡറാണ്, ഒരു ട്രേഡിങ്ങിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇന്ന് ലാഭം എടുത്തിട്ട് ഷോർട്ട് ടൈമിലോട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു ലാഭം എടുക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചാൽ മതി. നിങ്ങളിനി ലോങ് ടൈമിലോട്ട് നിങ്ങളൊരു ഇൻവെസ്റ്ററായിട്ട് ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഈ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഇതിൽ ഏത് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മളുടെ ഇനിയുള്ള ചാപ്റ്ററുകൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് പഠിപ്പിക്കുന്നത്. അടുത്ത 2 ചാപ്റ്ററുകൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിലെ ട്രേഡറിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ടെക്നിക്കൽ അനാലിസിസ് അറ്റ് അതിൻ്റെ സ്ക്രാച്ച് ലെവൽ മുതൽ അത്യാവശ്യം അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. സോ ആദ്യം നമുക്ക് എന്തായാലും ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാം. നിങ്ങളൊരു ട്രേഡറാണ്, ഒരു ട്രേഡിങ്ങിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ കോഴ്സ് അടുത്ത 2 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ക്രിപ്റ്റോയിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് നല്ലതായിരിക്കും. നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ അത്രയും ഓരോ അറിവും നാളെ നമുക്ക് കാശുണ്ടാക്കി തരുന്നതല്ലേ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. സോ അതുകൊണ്ട് താഴെ നിങ്ങളുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞ ഐഡിയകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഓക്കെ, ഇത് ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തോ ഒരു സംഭവമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അത് തന്നെയാണ്. അപ്പം എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അനാലിസിസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ വീട്ടിനടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു ഓൾറെഡി ഷെയർ മാർക്കറ്റിൽ ഇന്ത്യൻ ഷെയർ ചെയ്യുന്നവർക്ക്, ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. പക്ഷേ നമ്മളുടെ കോഴ്സ് കാണുന്നവരിൽ തീരെ അറിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സ്ട്രക്ചർ ആയാലും ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റ്, ഓക്കെ, നിങ്ങളുടെ വീടിനടുത്ത് SM എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളിപ്പോൾ ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് വരുവാണ്. നിങ്ങളുടെ ലോക്കലി ഉള്ള ലാംഗ്വേജിൽ തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടി. സോ അപ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി പോയി ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ഇല്ലേ? നിങ്ങൾ ആദ്യം എന്താ നോക്കുന്നത്? നിങ്ങളുടെ കൂടെ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പം നിലവിൽ ഇതിൻ്റെ ഓണർഷിപ്പിലുള്ള ആരാണ്, ഇല്ലേ? ആ ഒരു കാര്യം നിങ്ങൾ പരിശോധിക്കും. അതുപോലെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ്, ഇതിനകത്ത് ഡെയിലി എത്ര സെയിൽസ് നടക്കുന്നുണ്ട്, ഈ ഒരു സൂപ്പർ മാർക്കറ്റിന് എന്തെങ്കിലും കടമുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കത്തില്ലേ? ഇത് തന്നെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വേറെ റോക്കറ്റ് സയൻസ് ഒന്നും തന്നെയില്ല. ഫണ്ടമെൻ്റലായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാര്യം എടുത്താൽ വീട്ടിലെ അന്തരീക്ഷങ്ങൾ പഠിക്കുക. അതുപോലെ ഒരു കമ്പനിയുടെ അന്തരീക്ഷങ്ങൾ, അതിൻ്റെ ഏറെക്കുറെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി, ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല, ലിമിറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം, ഫണ്ടമെൻ്റൽ അനാലിസിസ്. സോ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ തന്നെ ബേസിക് അനാലിസിസും ഉണ്ട്, അഡ്വാൻസ് അനാലിസിസും ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ബേസിക് അനാലിസിസ് ചെയ്യണം. എന്താണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് കോയിനുകളെ പറ്റി, നമ്മളുടെ ക്രിപ്റ്റോയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ പെടുന്ന ക്രിപ്റ്റോ കറൻസികളെ പറ്റി, അതായത് അൾട്ട് കോയിനിലെ കാറ്റഗറികളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടായ ഒരു ചോദ്യമാണ്, ഇപ്പോൾ നമ്മളൊരു എക്സ്ചേഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ആ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിൻസുകൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ഇപ്പോൾ മച്ചാൻ പഠിപ്പിച്ചു തന്ന ആ കാറ്റഗറിയിൽ പെടുന്ന കോയിനാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഉള്ളിനുള്ളിൽ. ആത്മാർത്ഥമായിട്ട് ഈ കോഴ്സ് കണ്ടവർക്ക് ആ ചോദ്യം വന്നിട്ടുണ്ടാവും. സോ അങ്ങനെ കോയിനുകൾ ഏതൊക്കെ കാറ്റഗറി പെടുന്നതാണ്, അതുപോലെ നമ്മൾ കുറച്ച് മുമ്പ് എക്സാമ്പിൾ പറഞ്ഞ പോലെ ആ കോയിൻ്റെ ഓണർ ആരാണ്, അതുപോലെ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ബേസിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം അതൊന്ന് കവർ ചെയ്യാം. അങ്ങനെ ബേസിക് അനാലിസിസ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ക്രിപ്റ്റോ കറൻസികളുടെ ഡേറ്റ, ക്രിപ്റ്റോ കറൻസികളുടെയും ക്രിപ്റ്റോ മേഖലയിലുള്ള എക്സ്ചേഞ്ചുകളുടെയും ഡേറ്റകളും മൊത്തവും കുത്തി നിറഞ്ഞു നിൽക്കുന്ന
ഒരുപാട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. സോ അതിലൊരു വെബ്സൈറ്റാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ഒരുപാട് എണ്ണം ഉണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ്. ഏറ്റവും പഴക്കമുള്ളതും കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ്. സോ ബേസിക് അനാലിസിസ് ചെയ്യാനായിട്ട് നമ്മളെ ഇന്ന് സഹായിക്കുന്നത് ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ്. നമ്മൾ ഉപയോഗിക്കുന്നതും കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ്. സോ നമുക്ക് എന്തായാലും കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ പെടുന്ന ക്രിപ്റ്റോ കറൻസികളെ എങ്ങനെ അതിനകത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയതാണോ എന്ന് നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒന്ന് ചെയ്തു നോക്കാം. സോ ഇതാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളുടെ ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് ട്രാക്കിംഗ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് അനലൈസിങ് രീതിയാണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന അസറ്റിൻ്റെ കീ ഫീച്ചേഴ്സ് മനസ്സിലാക്കാനും മറ്റും നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് സഹായിക്കും. സോ തുടക്കത്തിൽ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ക്രിപ്റ്റോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്രിപ്റ്റോസ് എന്ന് പറഞ്ഞാൽ 2.4 M ആണ്. അതായത് നമ്മുടെ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഏകദേശം 2.4 M ആണ് നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ വേൾഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ. അതുപോലെ എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ 270 ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ് നമ്മുടെ ക്രിപ്റ്റോ വേൾഡിൽ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞാൽ 2.4 M റിയൽ പ്രൊജക്റ്റ് ആയിരിക്കത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പുറത്ത് നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്പ് കാണാൻ സാധിക്കും. 2.58 ട്രില്യൺ ആണ് നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ക്രിപ്റ്റോയുടെ. താഴോട്ട് വരുമ്പം നിങ്ങൾക്ക് ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇവിടെ ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2.4 M ക്രിപ്റ്റോ കറൻസികളും ടോക്കണുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പം ഇവിടെ കുറേ വാക്കുകൾ കാണാൻ സാധിക്കും അല്ലേ. സർക്കുലേറ്റിംഗ് സപ്ലൈ, വോളിയം, മാർക്കറ്റ് ക്യാപ്പ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പം ആദ്യം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അഡ്വാൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനം എടുക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം പഠിക്കാം സർക്കുലേറ്റിംഗ് സപ്ലൈ. എന്താണ് സർക്കുലേറ്റിംഗ് സപ്ലൈ? സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ടോട്ടൽ, അതിന് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആകെയുള്ള ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ അളവിനെ പറയുന്നതാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ. ബൈയും സെല്ലും ചെയ്യാനായിട്ട് ഈ ലോകത്ത് ആകെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി, ആ ഒരു നിശ്ചിത ക്രിപ്റ്റോ കറൻസിയുടെ അളവിനെയാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ ബിറ്റ്കോയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബിറ്റ്കോയിനിൽ ഏകദേശം 21 മില്യൺ ബിറ്റ്കോയിനാണ് നമ്മുടെ ലോകത്തുള്ളത്. അതിൽ ഏകദേശം 19 മില്യൺ മാത്രമേ അതിൻ്റെ സെൻട്രൽ റിസർവിൽ നിന്ന് നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ചുകളിലോട്ട് ഈ ഒരു ലോകത്തോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. നിലവിൽ ബൈയും സെല്ലും ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടോട്ടൽ സപ്ലൈ വിളിക്കുന്ന പേരാണ് അവൈലബിൾ ആയിട്ടുള്ള സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. സോ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്തേറിയത്തിൻ്റെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ XRPയുടെ കാണാൻ സാധിക്കും. XRPയുടെ ടോട്ടൽ സപ്ലൈയുടെ 55% മാത്രമേ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും അവരുടെ സെൻട്രൽ റിസർവിൽ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് കാർഡാനോയുടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ക്യാഷിൻ്റെ കാണാൻ സാധിക്കും. സോ ഈ ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയുടെ എത്ര അതിൻ്റെ ടോട്ടൽ അതിൻ്റെ സപ്ലൈയുടെ എത്ര ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബൈയും സെല്ലും ചെയ്യാൻ എന്ന് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ പഠിക്കുന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? അടുത്തുള്ളത് വോളിയം ആണ്. 24 hour വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കഴിഞ്ഞ 24 മണിക്കൂറിൽ ആ ഒരു നിശ്ചിത ക്രിപ്റ്റോ കറൻസിയിൽ ബൈയും സെല്ലും ചെയ്തിട്ടുള്ള ടോട്ടൽ ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ആ ഒരു അളവിനെ പറയുന്ന പേരാണ് വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിറ്റ്കോയിനിൽ കഴിഞ്ഞ 24 മണിക്കൂർ 10 ബിറ്റ്കോയിനാണ് ബൈയും സെല്ലും ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ടോട്ടൽ 24 hour വോളിയം എന്ന് പറയുന്നത് 10 ബിറ്റ്കോയിൻ ആയിരിക്കും. ഇൻ കേസ് അവിടെ ബൈയും സെല്ലും ചെയ്തത് 100 ബിറ്റ്കോയിനാണ്. ഇപ്പോൾ ഒരാൾ 50 ബിറ്റ്കോയിൻ വാങ്ങിച്ചു, ആകെ 2 ട്രേഡേ അവിടെ നടന്നുള്ളൂ. 50 ബിറ്റ്കോയിൻ ഒരാൾ വാങ്ങിച്ചു, 50 ബിറ്റ്കോയിൻ സെല്ല് ചെയ്തു. സോ അവിടെ 24 hourലെ വോളിയം എന്ന് പറയുന്നത് 50 ബിറ്റ്കോയിനാണ്. ഓക്കെ, ആകെ 24 മണിക്കൂർ ബൈയും സെല്ലും ചെയ്തതിൻ്റെ ആകെ അളവ്, അതാണ് ആ ഒരു വോളിയം എന്ന് പറയുന്നത്, 24 hour വോളിയം എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ നിങ്ങൾ നോക്കുന്ന കോയിൻ്റെ ആകെയുള്ള ഡോളർ വാല്യൂഷനാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓവറാൾ ഈ ഒരു ഇപ്പോൾ ബിറ്റ്കോയിൻ എടുക്കാം, ഓവറാൾ ഈ ഒരു ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഡോളറാണ് ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി 7 day ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 ദിവസത്തെ ചേഞ്ചസ് 8% അപ്പാണ് ഉണ്ടായിട്ടുള്ളത്. 24 മണിക്കൂർ ചേഞ്ച് കഴിഞ്ഞ 24 മണിക്കൂർ 1.38 ഡൗൺ ആണ്, റെഡ് വരുമ്പോൾ ഡൗൺ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പ്രൈസും കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് കാറ്റഗറികൾ കാണാൻ സാധിക്കും ഇല്ലേ? റിയൽ വേൾഡ് അസറ്റ്, ഗെയിമിങ്, AI, സൊലാനോ എക്കോസിസ്റ്റം, മീംസ്, അതുപോലെ തന്നെ കാറ്റഗറി, NFT, ടോക്കൺ അൺലോക്ക്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, ഇവിടെ നമുക്ക് കാറ്റഗറി തിരിച്ച് എളുപ്പത്തിൽ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇവിടെ നോക്ക്, ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. എന്താണ് ഗെയിമിംഗ്?
നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് കാര്യം കത്തും. അതായത് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളുള്ള എന്തോ ഗെയിമിംഗ് എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ക്രിപ്റ്റോ പ്രൊജക്റ്റുകളുണ്ട്. സോ അതിൻ്റെ കാറ്റഗറിയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇവിടെ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഗെയിമിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടോക്കണുകൾ കാണാൻ സാധിക്കും ഇല്ലേ. സോ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സാൻഡ്. ഈ സാൻഡ് എന്താണ് ചെയ്യുന്നത്? സാൻഡിന് ഒരു ഗെയിമിംഗ് എക്കോസിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ആ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഈ സാൻഡ് എന്ന് പറയുന്ന ടോക്കണാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പബ്ജി കളിക്കുന്നവർക്കറിയാം, അതിനകത്ത് നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇല്ലേ, ഗെയിം കളിക്കാൻ വേണ്ടി. സോ അവിടെ ആ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന നേറ്റീവ് കറൻസി എന്ന് പറയുന്നത് ഈ സാൻഡ് എന്ന് പറയുന്ന കറൻസി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് അവരുടെ എക്കോസിസ്റ്റത്തിനകത്ത് ചിലപ്പം ഒരു റിവാർഡുകൾ, അതുപോലെ നമ്മളുടെ ഇൻസെൻറ്റീവ്, അതുപോലെ തന്നെ ചില ഗെയിമിനകത്ത് ചില ആക്സസുകൾ, അതിൻ്റെ മെമ്പർഷിപ്പുകൾ പർച്ചേസ് ചെയ്യാൻ, അതായത് ഒരു ഗെയിമിംഗ് കറൻസി ആയിട്ട് ആ ഒരു എക്കോസിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ടോക്കണുകൾ ഉപയോഗിക്കും. മനസ്സിലായോ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കിപ്പോൾ അറിയാം, എ ഐയുടെ കാലമാണ്. സോ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്. സോ അതിൽ ആ ഒരു ഇതിൽ ഉപയോഗിക്കുന്ന ആ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന കറൻസികളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉള്ള കമ്പനികളുടെ ടോക്കണുകളാണ് എ ഐയുടെ അണ്ടറിൽ വരുന്നത്. പിന്നെയുള്ള കാറ്റഗറിയാണ് സൊലാനോ എന്ന് പറയുന്നത്. സൊലാന എക്കോ എന്നും പറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത്. അതായത് സൊലാന എക്കോ സിസ്റ്റം. അതായത് നമ്മൾ പറഞ്ഞു, സൊലാനോ എന്ന് പറയുന്നത് എത്തേറിയം പോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ് സൊലാന എന്ന് പറയുന്നത്. സോ ആ ഒരു സൊലാനോ എക്കോ സിസ്റ്റത്തിനകത്ത് ഒരുപാട്, നമ്മൾ എത്തേറിയത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ, ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരുപാട് ക്രിപ്റ്റോ പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യും. സോ അതിനകത്ത് വരുന്ന ആണ് ഈ പറയുന്ന ഈ ഒരു കാറ്റഗറിക്ക് അകത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടെതർ USDTയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൊലാന, സോൾ എന്ന് പറയുന്നത് സൊലാനയുടെ എക്കോ സിസ്റ്റത്തിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് ചെയിൻ ലിങ്ക് ഉണ്ട്. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ. ഇതിനകത്ത് ചുമ്മാ ഫണ്ടിന് വേണ്ടി മിംസും ഉണ്ട്, റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് വരുന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റുകളും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അകത്തോട്ട് പോയിട്ട് ഒരു ബിറ്റ് കോയിൻ്റെ ചാർട്ടും അതിൻ്റെ കാര്യങ്ങളും കൂടുതൽ അതിൻ്റെ യൂസ് കേസും കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് കാണാൻ സാധിക്കും, വോളിയം കാണാൻ സാധിക്കും, അതുപോലെ എന്താ പറയുക, സർക്കുലേറ്റിംഗ് സപ്ലൈ കാണാൻ സാധിക്കും. സർക്കുലേറ്റിംഗ് സപ്ലൈ ബിറ്റ്കോയിൻ്റെ 93% ഇപ്പോൾ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം സപ്ലൈ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ടോട്ടൽ, അതായത് മാർക്കറ്റിലോട്ട് മാക്സിമം വരാണ് എത്രയാണോ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഒരു ഫൗണ്ടർ എഴുതിയിട്ടുള്ളത്, അത്രയും എത്രയാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 21 മില്യൺ മാത്രമേ ഈ ലോകത്ത് ബിറ്റ് കോയിൻ ഉണ്ടായിട്ടുള്ളത്. അതിൽ 19 മില്യൺ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട്. അതാണ് ടോട്ടൽ സപ്ലൈ അഥവാ സർക്കുലേറ്റിംഗ് സപ്ലൈ. മാക്സിമം സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ. ഓക്കെ, അതാണ് മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ ഫുള്ളി ഡൈല്യൂട്ടഡ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാക്സിമം സപ്ലൈ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. എത്രയാകും എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു ഫുള്ളി ഡൈല്യൂട്ടഡ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കണ്ടുപിടിക്കുന്നത് ഇപ്പോഴത്തെ പ്രൈസ് ഇൻറ്റു ഈ ഒരു മാക്സിമം സപ്ലൈ, അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിശ്ചിത ക്രിപ്റ്റോ കറൻസിയുടെ വെബ്സൈറ്റും വൈറ്റ് പേപ്പറും അങ്ങനെയുള്ള അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സൈഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചാർട്ടുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ എക്സ്ചേഞ്ച്, ഏതൊക്കെ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വോളിയത്തിനനുസരിച്ചാണ് ഇവിടെ ലിസ്റ്റിംഗ് കാറ്റഗറി തിരിച്ചിട്ടുള്ളത്. കൂടുതൽ വോളിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ വോളിയം ആണെന്നുണ്ടെങ്കിൽ അത് ബൈയും സെല്ലും ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കുറഞ്ഞ വോളിയം ആണെങ്കിൽ ബൈയും സെല്ലും ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ്റെ വോളിയം 12% കീപ്പ് ചെയ്യുന്നത് ബിനാൻസ് ആണ്. 6% കീപ്പ് ചെയ്യുന്നത് BTC USDT മാർക്കറ്റിലും ബിനാൻസ് തന്നെയാണ്. 2.2% കോയിൻ ബേസ് ആണ്. അങ്ങനെ താഴോട്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. സർക്കുലേറ്റഡ് സപ്ലൈ നമ്മൾ പഠിച്ചു. അതായത് മാർക്കറ്റിൽ എത്രയാണോ നിലവിൽ ബൈയും സെല്ലും ചെയ്യാനായിട്ട് അതിൻ്റെ സെൻട്രൽ റിസർവ് ചെയ്യുന്ന മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ വിളിക്കുന്ന ടോട്ടൽ സപ്ലൈ വിളിക്കുന്ന പേരാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 24 മണിക്കൂർ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ബൈയും സെല്ലും ചെയ്ത ആകെ അളവ്. ഓക്കെ, ഇപ്പോൾ 10 ബിറ്റ് കോയിൻ ആണ് കഴിഞ്ഞ 24 മണിക്കൂർ ബൈയും സെല്ലും ചെയ്തിട്ടുള്ളതെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 10 ബിറ്റ് കോയിൻ ആണ്. 10 ബിറ്റ് കോയിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഡോളറാണ്. അതുപോലെ നമ്മൾ പഠിച്ചതാണ്, വോളിയം ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് ബൈയും സെല്ലും ചെയ്യാനായിട്ട് സാധിക്കും. വോളിയം കുറവാണെങ്കിൽ അവിടെ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും പാടായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ പഠിച്ചു. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ പറഞ്ഞു ആ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ടോട്ടൽ ഈ ഗ്ലോബലി ഉള്ള ആൾക്കാർ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് നമുക്കറിയാം, അതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ അറിയാമെന്നുണ്ടെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ബൈ സർക്കുലേറ്റിംഗ് സപ്ലൈ അതിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഈ ഒരു ഫോർമേഷൻ ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഉള്ള ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കുറേ വീഡിയോസിലും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഷിബ ഇന്നു $1 ആവും അല്ലെങ്കിൽ $2 ആവും എന്ന് കുറച്ച് പേർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴത്തെ ഷിബ ഇന്നുടെ കറണ്ട് പ്രൈസ് ഇപ്പം $1 ആകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, $1 അടിച്ചു കൊടുക്കാം. ഞാനൊരു ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇപ്പം ഷിബ ഇന്നു $1 ഇൻറ്റു സർക്കുലേറ്റിംഗ് സപ്ലൈ എനിക്കറിയത്തില്ല, ഇപ്പം X ആണെന്ന് വെച്ചോ, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഏകദേശം ഒരു ബിഗ്ഗസ്റ്റ് എമൗണ്ട് ഒരു 10-12 ട്രില്യൺ ഡോളറിലോട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഇപ്പോഴത്തെ ഷിബ ഇനുവിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ബില്യൺ മാത്രമേ ഉള്ളൂ. ഏകദേശം എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ബില്യൺ വാല്യൂഷൻ എന്തോ ഉള്ളൂ. സോ ഇത്രയും ട്രില്യൺ ഇതിനകത്തോട്ട് വരുമോ എന്നുള്ളത് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് അവിടെ ചിന്തിക്കാൻ സാധിക്കും. കാര്യം ഇവിടെ ഗോൾഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പോലും ഇത്രയും 13 ട്രില്യനും 15 ട്രില്യൻ്റെ അടുത്തേ ഉള്ളൂ. സോ അങ്ങനെ പ്രഡിക്ഷൻ ഓരോരുത്തർ ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ഒരു എങ്ങനെയാണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇനി ബിറ്റ്കോയിൻ 1 ലക്ഷം ആകുമെന്ന് കുറേ പേര് പറയുന്നു. സോ ബിറ്റ്കോയിൻ 1 ലക്ഷം ആവുമ്പം നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 1 ലക്ഷം ഇൻറ്റു സർക്കുലേറ്റിംഗ് സപ്ലൈ, ബിറ്റ്കോയിൻ്റെ ആ സമയത്ത് സർക്കുലേറ്റിംഗ് സപ്ലൈ ഇപ്പോൾ നിങ്ങൾക്ക് 19 മില്യൺ അടിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഏകദേശം 19 മില്യൺ തന്നെ ആയിരിക്കും. 19 മില്യൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1.something ട്രില്യൺ ആണ്. സോ ഇത് നിങ്ങൾ ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 5 ട്രില്യൺ കിട്ടുമായിരിക്കും. ഓക്കെ, 5 ട്രില്യൺ കിട്ടണമെങ്കിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് 1 ട്രില്യനാണ്. സോ എത്രത്തോളം ഫണ്ട് മാർക്കറ്റിലോട്ട് വരണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഉപകാരമുണ്ട് നമ്മൾ ഈ ഒരു കാര്യം, അതായത് എങ്ങനെയാണ് മാർക്കറ്റ് ക്യാപ്പ് ഫൈൻഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അത് നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക, പ്രൈസ് കണ്ടുപിടിക്കുന്നതായാലും. ഇനി നമുക്കൊരു കോയിനെ പറ്റി അറിയാം, ആ കോയിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം, അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിസ്റ്റിൽ താഴോട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ബോക്സ് കാണാൻ പറ്റും. ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു കോയിൻ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഡോഗ്സിനെ പറ്റി എൻ്റെ അടുത്ത് സംസാരിച്ചു. സോ ഞാൻ ഡോഗ്സിനെ പറ്റി റിസർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് താഴെ വരുന്ന ഓപ്ഷനിൽ ഡോഗ്സ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡോഗ്സിൻ്റെ നോക്കാം. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ അതിൻ്റെ അകത്ത് പോവുക. അകത്ത് പോകുന്ന സമയത്ത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ആദ്യം മാർക്കറ്റ് ക്യാപ്പ് കാണാൻ സാധിക്കും, 24 hour വോളിയം കാണാൻ സാധിക്കും, അതിനുശേഷം സർക്കുലേറ്റിംഗ് സപ്ലൈ കാണാൻ സാധിക്കും അല്ലേ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡോഗ്സിൻ്റെ 93% മാർക്കറ്റിൽ ബൈയും സെല്ലും ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. അതാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. മാക്സിമം സപ്ലൈ ഇവിടെ ഉണ്ട്. താഴോട്ട് വരുന്ന സമയത്ത് കോൺട്രാക്ട്, ഇത് സ്വന്തം ബ്ലോക്ക് ചെയിനിലാണോ ഈ ഒരു ക്രിപ്റ്റോ കറൻസി, ഈ ഒരു അൾട്ട് കോയിൻ വർക്ക് ചെയ്യുന്നത്, അതല്ല ഏതെങ്കിലും ബ്ലോക്ക് ചെയിൻ്റെ അണ്ടറിൽ സ്മാർട്ട് കോൺട്രാക്ട് ഫംഗ്ഷനാലിറ്റി ഉള്ള ഏതെങ്കിലും ബ്ലോക്ക് ചെയിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൊജക്റ്റ് ആണോ എന്ന് നമുക്ക് ഈ ഒരു കോൺട്രാക്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അറിയാൻ സാധിക്കും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്രിപ്റ്റോയിലുള്ളവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ടോൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ്റെ അണ്ടറിലാണ് ഡോഗ്സ് വരുന്നത്. ഇവിടെ ടോൺ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴോട്ട് വരുമ്പോൾ ഒഫീഷ്യൽ ലിങ്ക് വെബ്സൈറ്റ്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്വിറ്റർ, ടെലിഗ്രാം ഹാൻഡിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ വോളിയം, അതിൻ്റെ ഓൾ ടൈം ലോ കാണാൻ സാധിക്കും. കുറേ ഡീറ്റെയിൽസ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് ഈ ഡീറ്റെയിലൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഈ ഡീറ്റെയിലൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ട്വിറ്ററും ടെലിഗ്രാമും ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ആക്റ്റീവ് ആണോ, ടെലിഗ്രാമിലും ട്വിറ്ററിലും അവരുടെ കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ട്വിറ്ററിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് അവരുടെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണ്, ഇതിൻ്റെ CEO ആരാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫൗണ്ടർ ആരാണെന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനു മുമ്പ് നല്ലൊരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് റണ്ണ് ചെയ്യിപ്പിച്ച് സക്സസ് ആക്കിയുള്ളൊരു ഫൗണ്ടർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരു സക്സസ് റേഷ്യോ ഈ ഒരു പ്രൊജക്റ്റിനുള്ള റേഷ്യോ കൂടുതലായിരിക്കും. പക്ഷേ ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സ്കാം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ
നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അനോണിമസ് ആയിട്ടുള്ള ഫൗണ്ടർ ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത്. സോ അങ്ങനെ ഫൗണ്ടേഴ്സിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, താഴോട്ട് വരുന്ന സമയത്ത് ഡോഗ്സിൻ്റെ മാർക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ഗ്രാഫ് കാണാൻ പറ്റും. താഴോട്ട് വരുന്ന സമയത്ത് ഡോഗ്സിൻ്റെ മാർക്കറ്റ് കാണാൻ സാധിക്കും. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് ആണ്. ഏറ്റവും ടോപ്പിലുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡോഗ്സിൻ്റെ വോളിയം ഉള്ളത്. അത് ബിനാൻസിലാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ എക്സ്ചേഞ്ചുകൾ ഡിവൈഡ് ചെയ്ത് താഴോട്ട് കാണാൻ സാധിക്കും. കുറച്ചും കൂടെ താഴോട്ട് വരുന്ന സമയത്ത് ഡോഗ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് അറിയേണ്ട ബിറ്റ് കോയിൻ ആയാലും എത്തേറിയ ആയാലും ഏതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ 2 hour ago വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. സോ ഇതുപോലെ ഏത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. താഴോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ന്യൂസുകൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു സമയത്തെ ട്രെൻഡ് മനസ്സിലാക്കാനും അതിലെന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ന്യൂസ് നിങ്ങളെ സഹായിക്കും. ഒരിക്കലും ന്യൂസ് മാത്രം കണ്ടിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. പിന്നുള്ളത് ഇതിൻ്റെ അലോക്കേഷനാണ്. അതായത് ഡോഗ്സിൻ്റെ ടോക്കൺ അൺലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആദ്യം അലോക്കേഷൻ കാണാൻ സാധിക്കും. എന്താണ് അലോക്കേഷൻ? ഇവിടെ നിങ്ങൾ നോക്കേ, അഡ്വൈസറി 3%, ടീം 5%, അതുപോലെ തന്നെ ബിനാൻസിൻ്റെ ലോഞ്ച് പൂൾ 4%, ലിക്വിഡിറ്റി 5%. ഇങ്ങനെയുള്ള സംഭവം എന്താണ്? നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ടോക്കൺ അലോക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിപ്റ്റോ പ്രൊജക്റ്റിൻ്റെയും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഒരു ബൾക്ക് ടൈപ്പ് ഓഫ് ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ അലോക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താണ് ഞാൻ ഡീറ്റെയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മളുടെ ക്രിപ്റ്റോ മച്ചാണെന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാനൊരു മീംസ് ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു മീംസ് ടോക്കൺ ഞാനും എൻ്റെ ടീമും കൂടി ഇരുന്നിട്ട് എനിക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതായത് തിൻ എയറിൽ നിന്നാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. സോ ഒരു 10 മില്യനോ 100 മില്യനോ 1 ബില്യനോ എത്ര വേണമെങ്കിലും എനിക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അത് ഇപ്പം 1 ബില്യൺ ടോക്കൺ ക്രിപ്റ്റോ മച്ചാൻ ടോക്കൺ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് എൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ നാളെ അതിന് വില ഉണ്ടാവത്തില്ല. അതിന് ഇൻവെസ്റ്റേഴ്സ് വരണം, അതിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് അപ്രോച്ചും കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ നമുക്കുണ്ടായ ആ ഒരു ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്വൈസറി ടീമിന് വേണ്ടി 3% അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ടോട്ടൽ ആ ടോക്കണിൻ്റെ സപ്ലൈന്ന് 3% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ടീമിന് വേണ്ടി 5% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിനാൻസിൻ്റെ ലോഞ്ച് പൂളിന് വേണ്ടി 4%, അതുപോലെ ലിക്വിഡിറ്റിക്ക് വേണ്ടി 5%, കമ്മ്യൂണിറ്റി എയർ ഡ്രോപ്പിന് വേണ്ടി 72%. ഇങ്ങനെ നമ്മൾ ആ തിൻ എയറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ കോയിനുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ അതിനകത്തോട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുള്ളൂ. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന് വേണ്ടി 9% അവർ ഉപയോഗിച്ചു. അതായത് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിംഗ് ടീം ഇതിൻ്റെ 9%, ഇതിൻ്റെ ടോട്ടൽ സപ്ലൈയുടെ 9% ഉപയോഗിച്ചിട്ടാണ് അവർ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ 72% ഈ ഒരു ടോക്കൻ്റെത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ടോട്ടൽ സപ്ലൈയുടെ. അതുപോലെ അഡ്വൈസറിക്ക് വേണ്ടി 3%. മനസ്സിലായോ? ഇതിപ്പം ഡോഗ്സിൻ്റെ അലോക്കേഷൻ ചാർട്ടാണുള്ളത്. ഓരോ ക്രിപ്റ്റോ പ്രൊജക്റ്റിനും ഇതിൻ്റെ അലോക്കേഷൻ ചാർട്ടുകൾ ഡിഫറൻസ് ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്നത് നിങ്ങൾക്ക് അൺലോക്ക് പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ടോക്കൺ അൺലോക്ക് ഇതെന്താണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിവിടെ പഠിച്ചില്ലേ, ഈ 100% ഇപ്പം അതിൻ്റെ ഡെവലപ്പേഴ്സ് അതിൻ്റെ ഫൗണ്ടേഴ്സ് തിൻ എയറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ 100% ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നാളെ മാർക്കറ്റിലോട്ട് ഇത് വരുന്ന സമയത്ത് ഈ 100% ഡയറക്റ്റ് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് ഫെയിലാവും. ഇല്ലേ? ഒരു ഹ്യൂജ് ഡംപായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ കുറേ കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്യും. ടോക്കൺ ലോക്കിംഗ് എന്നൊക്കെ പറയും. അതായത് ടോക്കണുകൾ ലോക്ക് ചെയ്തിടുക. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇപ്പുറത്ത് കിടക്കുന്ന അൺലോക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ ഹ്യൂജ് ഒരു എമൗണ്ട് മാർക്കറ്റിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പം ഒന്നാമത് ഫൗണ്ടേഴ്സ് ചെയ്യുന്നത് ഈ ഒരു അഡ്വൈസറി ടീമിന് കൊടുത്തിട്ടുള്ള ഈ ഒരു 3% ഇത്ര വർഷത്തേക്ക് ലോക്ക് ചെയ്തിടും. അവർക്ക് ആ ഒരു ടോക്കൺ വിഡ്രോ ചെയ്യാനോ സെല് ചെയ്യാനോ പറ്റത്തില്ല. അതുപോലെ ടീമിന് വേണ്ടി അവർ കൊടുത്തിട്ടുള്ള ഈ ഒരു 5% അവർ ലോക്ക് ചെയ്തിടും ഇത്ര വർഷത്തേക്ക്. എല്ലാ ക്രിപ്റ്റോ പ്രൊജക്റ്റും ചെയ്യണമെന്നില്ല. അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രിപ്റ്റോ പ്രൊജക്റ്റുകളെല്ലാം ഇത് ചെയ്യും. ഇത് നമുക്ക് നേരിട്ട് പോയി പരിശോധിക്കാവുന്നതുമാണ്. ഫൗണ്ടേഴ്സ് അവരുടെ അലോക്കേഷൻ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതുമാണ്. സോ ഇവിടെ 5% കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ലോക്ക് ചെയ്തിടും ഫൗണ്ടേഴ്സ്. എന്നിട്ട്
ഇപ്പോൾ ചിലവർ ചെയ്യും 1 വർഷത്തേക്ക് അല്ലെ 5 വർഷത്തേക്ക് ലോക്ക് ചെയ്തിട്ടിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ കിട്ടിയ അലോക്കേഷനിൽ നിന്ന് ഒരു ഇത്ര ശതമാനം ഓരോ വർഷവും ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഇതിൻ്റെ കോഡ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതി വെക്കും. മനസ്സിലായോ? ടോക്കണിൻ്റെ അതിനകത്ത്. സോ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കൺ ലോക്കിങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരു ലോക്കിങ്, അതായത് ഫൗണ്ടേഴ്സിൻ്റെ അക്കൗണ്ടുകളിൽ അവർ ഹോൾഡ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള VCs ആണെങ്കിലും ചില നിബന്ധനകൾക്ക് അടിസ്ഥാനമായിട്ട് ഇവർ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് സേഫ് ആയല്ലോ. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന എയർ ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ടാവാം. അതുപോലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാർക്കറ്റിലോട്ട് ഇത് വരുന്ന സമയത്ത് ഒരുപാട് പബ്ലിക്കായിട്ട് ടോക്കണുകൾ കിട്ടുന്നവരുണ്ട്. സോ അവരും ലോക്ക് ചെയ്തിടാൻ വേണ്ടി, ഇൻസ്പയർ ആവാൻ വേണ്ടി സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതെന്താണ് സ്റ്റേക്കിംഗ്? ഇന്നിപ്പോൾ നിങ്ങൾ ആ ഒരു ടോക്കൺ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ഈ ഒരു കോയിൻ നിങ്ങൾ ഇതിനകത്ത് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷവും അത്രയും ഇൻട്രസ്റ്റ് ഓരോന്നിലും ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടുകൊണ്ട് ആളുകൾ പോയിട്ട് ലോക്ക് ചെയ്യും. മനസ്സിലായോ? സ്റ്റേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 ടൈപ്പാണ് മേജറായിട്ട് ഇങ്ങനെ മാർക്കറ്റിലോട്ടൊരു ഹ്യൂജ് എമൗണ്ട് സെല്ല് ചെയ്യാതിരിക്കാൻ ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീം ഓരോന്ന് ചെയ്യുന്നത്. സോ ഇവിടെ അങ്ങനെ ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമില്ലേ, അത് അൺലോക്ക് ആവുന്ന ഇവൻറ്റിനെ പറ്റിയാണ് ഇവിടെ ഈ ബോക്സിൽ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഇതുവരെ അൺലോക്ക് ചെയ്തിട്ടുള്ളത് 92% അൺലോക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. ബാക്കി ലോക്ക്ഡ് ചെയ്ത് കിടക്കുന്നത് ഏകദേശം ടോട്ടൽ സപ്ലൈയുടെ 71% ഇപ്പോൾ ലോക്ക്ഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഈ സൈഡിൽ കിടക്കുന്നത്. മനസ്സിലായല്ലോ? ഓരോ പ്രൊജക്റ്റിലും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ 7% ലോക്ക് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ഈ 7% അൺലോക്ക് ആവുന്ന ദിവസങ്ങളുണ്ട്. ആ അൺലോക്ക് ആവുന്ന ദിവസങ്ങൾ മാർക്കറ്റിലോട്ട് ടോട്ടൽ സപ്ലൈയുടെ ഏകദേശം ഇത് കണ്ടോ, ഇത് തന്നെ 43 ബില്യൺ ഡോഗ്സാണ് ഈ 7% എന്ന് പറയുന്നത്. സോ ഈ അൺലോക്ക് ആവുന്ന ദിവസം നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിലോട്ട് വരുന്ന ദിവസം ഓക്കെ മാർക്കറ്റിൽ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ ക്രിപ്റ്റോ ഏതൊരു മാർക്കറ്റും ഡ്രൈവ് ചെയ്യുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡിനനുസരിച്ചാണ്. സോ കൂടുതൽ ടോക്കണുകൾ മാർക്കറ്റിലോട്ട് വരുന്ന സർക്കുലേറ്റിംഗ് സപ്ലൈയിലോട്ട് വരുന്ന ദിവസം അവിടെ ഒരു ഹ്യൂജ് സെൽ ഡൗൺ ഉണ്ടാവാൻ, ഒരു പ്രഷർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ടോക്കൺ അൺലോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്നാണ് ആ ഇവൻറ്റുകൾ എന്നുള്ളത്, ഓരോ ടോക്കണിലും എന്നാണ് ആ ഇവൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. സോ ഇതാണ് ഈ ഒരു സൈഡിൽ കിടക്കുന്നത്, അതിൻ്റെ അൺലോക്കിനെ പറ്റിയാണ്. ഇത് അതിൻ്റെ അലോക്കേഷനെ പറ്റിയാണ് ഈ ഒരു സൈഡിൽ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അൺലോക്കിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. താഴോട്ട് വരുന്ന സമയത്ത് ഡോഗ്സിൻ്റെ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിൻ്റെ അതായത് ഇതിലിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ഇത് മിം ടോക്കൺ ആയതുകൊണ്ട്. വേറെ നിങ്ങൾ എത്തേറിയവും സൊലാനയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവരുടെ സൊല്യൂഷൻ, എന്ത് സൊല്യൂഷനാണ് അവർ കൊണ്ടുവരുന്നത്, അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണ്, ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. താഴോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഹോൾഡിങ്ങും കാര്യങ്ങളും, ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴോട്ട് വരുന്ന സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ളത് ഡ്രോഗ്സിൻ്റെ ഓൾ ടൈം ലോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ എനിവേ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോയെ പറ്റി അത്യാവശ്യം ഓരോ ടോക്കണെ പറ്റി ഉള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.